ഓക്കെ, തുടങ്ങാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു? ലാഹോർ കോൺഗ്രസ് സമ്മേളനം, അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനം, കൽക്കട്ട കോൺഗ്രസ് സമ്മേളനം, ഒന്നാം വട്ടമേശ സമ്മേളനം. ഏതിലായിരുന്നു? ആ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു അല്ലെ. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു പൂർണ്ണ സ്വരാജ് ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പ്രസ്താവിച്ചത് അല്ലെ. അതുമാത്രമല്ല, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാനും 1930 ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാനും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. 1930 ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാനും തീരുമാനിച്ചു. ലാഹോർ സെഷന്റെ അധ്യക്ഷൻ ചോദിച്ചാൽ ആരാ? അത് ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാ? സിവിൽ നിയമലംഘന പ്രസ്ഥാനം, നിസ്സഹകരണ സമരം, ഉപ്പു സത്യാഗ്രഹം, പൂർണ്ണ സ്വരാജ്. ഏതാ കറക്റ്റ് ആൻസർ? നിസ്സഹകരണ സമരമാണ് അല്ലെ. 1920 നിസ്സഹകരണ സമരമായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ പ്രക്ഷോഭം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? ഫോർവേഡ് ബ്ലോക്കിന് രൂപം നൽകിയത് ആരാണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത്? അത് സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ. സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടിക്ക് നേതൃത്വം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്തു. ആരാണ് ഈ വ്യക്തിത്വം? അത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അല്ലെ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. അപ്പൊ ഇന്ത്യയുടെ വടക്ക പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകി. ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർത്തു. ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർത്തു. പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്തു അല്ലെ. അപ്പൊ ഭാരതരത്ന ലഭിച്ച ആദ്യ വിദേശീയൻ എന്ന് ചോദിച്ചിട്ടും ഇത് ചോദിക്കാറുണ്ട്. അതും ആരെന്നെയാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അല്ലെ. ഓക്കെ, ചുവടെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിൽ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? 4 പേരെ വായിക്കാം. ബാലഗംഗാധര തിലക്, WC ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത. ഇതിൽ ആരാണ് മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? തിലകാണ് അല്ലെ. WC ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത, ദാദാഭായ് നവറോജി ഇവരൊക്കെ മിതവാദി നേതാക്കളായിരുന്നു അല്ലെ. ഗോപാലകൃഷ്ണ ഗോഖലെയൊക്കെ ഉൾപ്പെടുന്നവര്. എന്നാൽ ബാലഗംഗാധര തിലക്, അതുപോലെ ബിപിൻ ചന്ദ്രപാല്, ഒരാൾ കൂടി ഉണ്ടല്ലോ, ആരായിരുന്നു? ബിപിൻ ചന്ദ്രപാല്, ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ് അല്ലെ. ഇവരൊക്കെ എന്തായിരുന്നു? തീവ്രവാദ നേതാക്കളായിരുന്നു അല്ലെ. തീവ്രവാദ നേതാക്കളിൽ ഉൾപ്പെട്ട ആൾക്കാരായിരുന്നു. ആരൊക്കെയാ? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാല്, ലാലാ ലജ്പത് റായ്. എന്നാൽ മിതവാദി നേതാക്കളായിരുന്നു WC ബാനർജി, ഗോഖലെ, ഫിറോസ് ഷാ മേത്ത, അതുപോലെ ദാദാഭായ് നവറോജി. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാ? സംസ്ഥാനങ്ങളുടെ ഹായ് സിന്ധു. സംസ്ഥാനങ്ങളുടെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ് അല്ലെ. ഹൈക്കോടതിയാണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? അത് BR അംബേദ്കർ ആണ് അല്ലെ. അപ്പൊ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് എന്നാ? 1947 ഓഗസ്റ്റ് 29 ചോദിച്ചിട്ടുണ്ട് അല്ലെ.
1947 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത്. അതിന്റെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. എത്ര അംഗങ്ങളായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നേ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര പേരാ? 7 പേരുണ്ടായിരുന്നു അല്ലെ? ഡോക്ടർ BR അംബേദ്കർ, പിന്നെ ആരൊക്കെയായിരുന്നു? KM മുൻഷി അല്ലെ, മിത്തൽ, DP ഗെയ്ത്താൻ, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, പിന്നെ ആരായിരുന്നു? ആ, ഗോപാലസ്വാമി അയ്യങ്കാർ അല്ലെ. ഇത്രയും പേര്, 7 പേരുണ്ടായിരുന്നു അല്ലെ. ആരൊക്കെയായിരുന്നു? BR അംബേദ്കർ ഉണ്ടായിരുന്നു, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഗോപാലസ്വാമി അയ്യങ്കാർ, DP ഗെയ്ത്താൻ, മിത്തൽ അല്ലെ. ഇത്രയും പേര് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ തന്നെ 2 പേര് മാറി പകരം വരുന്നുണ്ട് അല്ലെ. മിത്തല് മാറിയിട്ട് പകരം ആര് വരുന്നുണ്ട്? മിത്തൽ അല്ലെ. മിത്തൽ മാറിയിട്ട് മാധവ റാവു വരുന്നുണ്ട് അല്ലെ. മിത്തല് രാജിവെച്ചതിനെ തുടർന്ന് മാധവ റാവു വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ DP ഗെയ്ത്താൻ അന്തരിച്ചതിന് ശേഷം വരുന്ന ആളാണ് ആര്? TT കൃഷ്ണമാചാരി അല്ലെ. TT കൃഷ്ണമാചാരി. TP ഗെയ്ത്താൻ പോയതിനു ശേഷം വരുന്ന ആരാ? TT കൃഷ്ണമാചാരി. ഓക്കെ, അപ്പൊ അത്രയും ആ ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്ത ഫാക്ട്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടെയാണ് അല്ലെ. എന്നാൽ ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടന അത് USA-യുടെയാണ് അല്ലെ. ഏറ്റവും പഴക്കമുള്ളതും ഏറ്റവും ചെറിയതുമായ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കയുടേതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? പരമാധികാരം, സ്ഥിതി സമത്വം, റിപ്പബ്ലിക്, മൗലിക അവകാശങ്ങൾ. ഏതാണ് അതിൽ പെടാത്തത്? ഏതാണ് പെടാത്തത്? മൗലിക അവകാശങ്ങളാണ്. ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടില്ല മൗലിക അവകാശങ്ങൾ. ബാക്കിയെല്ലാം ഉണ്ട് അല്ലെ. ഇന്ത്യ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതരത്വ, ആ ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്ന് അതിൽ പറയുന്നുണ്ട് അല്ലെ. പസോമജെറി. ഇന്ത്യ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതരത്വ, ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്ന് ആമുഖത്തിൽ പറയുന്നുണ്ട്. പക്ഷെ മൗലികാവകാശങ്ങളെ കുറിച്ച് അവിടെ പറയുന്നില്ല അല്ലെ. അതായത് ലക്ഷ്യങ്ങളായിട്ട് പറയുന്നില്ല. ഇനി കൈസർ ഇ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം എന്തായിരുന്നു അത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചിട്ടായിരുന്നു ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് പദവി തിരികെ കൊടുത്തത് അല്ലെ. വേറെയും കുറച്ച് ആൾക്കാർ പദവികളൊക്കെ ബഹിഷ്കരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതാരൊക്കെയാ? നമ്മുടെ ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെ. എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചു അല്ലെ. അതുപോലെ രവീന്ദ്രനാഥ ടാഗോർ സർ പദവി ബഹിഷ്കരിച്ചു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി അല്ലെ. ഓക്കെ, രവീന്ദ്രനാഥ ടാഗോർ സർ പദവി ബഹിഷ്കരിച്ചു. കൈസർ ഇ ഹിന്ദ് പദവി ഗാന്ധിജി തിരികെ കൊടുത്തു. ശങ്കരൻ നായർ, ചേറ്റൂർ ശങ്കരൻ നായർ എന്ത് ചെയ്തു? ഈ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചു അല്ലെ. ഓക്കെ, അപ്പൊ എന്നായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല? എന്നായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല? 1919 ഏപ്രിൽ 13-നായിരുന്നു. ഇതിന് കാരണമായ ഒരു ആക്ട് ഉണ്ടായിരുന്നല്ലോ. ഏതാണത്? ആക്ട് ഏതാ? റൗലറ്റ് ആക്ട് ആണ് അല്ലെ. റൗലറ്റ് ആക്ട് ആണ്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ് അല്ലെ. ശ്രീനാരായണ ഗുരുവാണ്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്തു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത്? നരേന്ദ്രൻ, കുമാരഗുരുദേവൻ, അയ്യപ്പൻ, നാണു, ഇതൊക്കെയാണ് ഓപ്ഷനിൽ കിടക്കുന്നത്. ഏതാ? അയ്യപ്പൻ എന്നായിരുന്നു കേട്ടോ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ
ആരാണ് തോമസ് ഹാർവേ ബാബർ ആണ് അല്ലെ, തോമസ് ഹാർവേ ബാബർ ആണ്. അപ്പൊ പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞേ, ഒന്നാം പഴശ്ശി കലാപം ഏതായിരുന്നു കാലഘട്ടം? 1793 തൊട്ട് 1797 വരെയായിരുന്നു അല്ലെ. 1793 മുതൽ 1797 വരെയായിരുന്നു. രണ്ടാം പഴശ്ശി യുദ്ധത്തിന്റെ കാലഘട്ടം എപ്പോഴായിരുന്നു? 800 മുതൽ 805 വരെ അല്ലെ. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം എന്തായിരുന്നു കാരണം? ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം അല്ലെ. എന്നാൽ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് കാരണമായത് എന്താ? അത് വയനാട് പിടിച്ചടക്കാൻ ശ്രമിച്ചതായിരുന്നു അല്ലെ. വയനാട് പിടിച്ചടക്കാൻ ശ്രമിച്ചതായിരുന്നു. ഇനി അവിടെ പനമരം കോട്ട പിടിച്ചെടുത്തത് എന്നാന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ടിട്ട് പനമരം കോട്ട 1802 എടച്ചേന കുങ്കനും തലക്കൽ ചന്തുവും ചേർന്നാണ് പനമരം കോട്ട പിടിച്ചെടുത്തത് അല്ലെ. പനമരം കോട്ട പിടിച്ചെടുത്തത്. ഇനി അവിടെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, പഴശ്ശിരാജ അന്തരിച്ച ദിവസം ഏത്? പഴശ്ശിരാജ അന്തരിച്ചത് എന്നൊരു PYQ ഉണ്ടായിരുന്നു. എന്നായിരുന്നു? 1805 നവംബർ 30 അല്ലെ. നവംബർ 30. ഓക്കെ. ഇനി പഴശ്ശി കലാപത്തിന്റെ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അല്ലെങ്കിൽ പഴശ്ശി കലാപം എവിടെയായിരുന്നു കേന്ദ്രം എന്ന് പറയുന്നത്? അത് പുരളിമല. ഈ പുരളിമല ഏത് ജില്ലയിലാണ്? പുരളിമല കണ്ണൂർ ജില്ലയിലാണ് അല്ലെ. പുരളിമല കണ്ണൂർ ജില്ലയിലാണ്. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ പുന്നപ്ര വയലാർ സമരം അല്ലെ. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് സർ CP രാമസ്വാമി അയ്യരുടെ നയങ്ങൾക്കെതിരെയായിരുന്നു അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉണ്ടായത് അല്ലെ. അപ്പൊ വർഷം ഏതായിരുന്നു? 1946 അല്ലെ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് തകഴി എഴുതിയ ഒരു നോവൽ ഉണ്ടല്ലോ, ഈ ഒരു പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിട്ട്. തകഴി എഴുതിയത് തലയോട് അല്ലെ. തകഴി തലയോട്. കേശവദേവിന്റെയും ഒരു നോവൽ ഉണ്ടായിരുന്നല്ലോ, അതേതാണ്? ഉലക്ക അല്ലെ. ഉലക്ക. അതുപോലെ ഉഷ്ണരാശി ഒരു കരപ്പുറത്തിന്റെ ഇതിഹാസം, അതും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലെ. അത് ആരുടെയായിരുന്നു? ഉഷ്ണരാശി ഒരു കരപ്പുറത്തിന്റെ ഇതിഹാസം KV മോഹൻകുമാർ. യെസ് വിനീത, KV മോഹൻകുമാർ ആയിരുന്നു ഉഷ്ണരാശി ഒരു കരപ്പുറത്തിന്റെ ഇതിഹാസം എന്ന നോവല് കേട്ടോ. ആ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ട് വന്നേ? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരമാണെന്ന് പറഞ്ഞു. പുന്നപ്ര വയലാർ സമരത്തിന് ആരുടെ നയങ്ങൾക്കെതിരെയായിരുന്നു? സർ CP രാമസ്വാമി അയ്യരുടെ നയങ്ങൾക്കെതിരെയായിരുന്നു പ്രക്ഷോഭം ഉണ്ടായത്. വർഷം 1946 അല്ലെ. അപ്പൊ ഈ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിട്ട് വന്ന എഴുത്തുകള്, നോവലുകള്, കൃതികളാണ് എന്തൊക്കെ? തലയോട്, തകഴി, ഉലക്ക, KP കേശവദേവിന്റെ അല്ലെ. കേശവദേവിന്റെ. അതുപോലെ എന്തായിരുന്നു? ഉഷ്ണരാശി KV മോഹൻകുമാറിന്റെ അല്ലെ. KV മോഹൻകുമാറിന്റെ. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പോഴാരാണ്? നിതിൻ മധുകർ ജംദാർ അല്ലെ. നിതിൻ മധുകർ ജംദാർ ആണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? അത് തൃശ്ശൂരാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല, സമ്പൂർണ്ണ എന്നൊരു വാക്ക് കൂടി അവിടെ വരുന്നുണ്ട് കേട്ടോ. സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശ്ശൂരാണ്. ഓക്കെ. ഇനി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. അത് VP മേനോനാണ് അല്ലെ. VP മേനോനാണ്. ദ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നൊരു പുസ്തകം കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അതുപോലെ ദ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന പുസ്തകം ആരുടെ തന്നെയാണ്? VP മേനോന്റെ പുസ്തകമാണ്. താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതാണെന്ന് പറയണം കേട്ടോ. പോണ്ടിച്ചേരി, ദാമൻ, ദിയു, ഗോവ. ഏതാണെന്ന് പറഞ്ഞേ? പോണ്ടിച്ചേരിയാണ് അല്ലെ. പോണ്ടിച്ചേരിയാണ്. ദാമൻ, ദിയു, ഗോവ എന്നിവ ഏതിന്റെയാ? പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളായിരുന്നു അല്ലെ. ദാമൻ, ദിയു, ഗോവയൊക്കെ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശമായിരുന്നു. എന്നാല് പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, ചന്ദ്രാനഗർ, മാഹി ഇതെല്ലാം ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശങ്ങളായിരുന്നു അല്ലെ. പോണ്ടിച്ചേരി, യാനം, കാരക്കൽ,
ചന്ദ്രനഗർ, മാഹി തുടങ്ങിയവയെല്ലാം ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശമായിരുന്നു. ഓക്കെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം ആര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആര്? ആരാ? അത് സർദാർ KM പണിക്കരാണ് അല്ലെ. നമുക്കറിയാം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ വർഷം ഏതാ? 1953 അല്ലെ. കമ്മീഷൻ ചോദിച്ചാല്. എന്നാൽ നിയമം ചോദിച്ചാലോ? നിയമം ചോദിച്ചാൽ എന്നാ? ആ നിയമം 1956 അല്ലെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു. രണ്ടുപേരെ അംഗങ്ങൾ ഉണ്ടായിരുന്നു. ആരൊക്കെയാ? HN കുൻസ്രു, KM പണിക്കര് അല്ലെ. അതിൽ മലയാളി ആരാന്ന് ചോദിച്ചാൽ KM പണിക്കരാണ്. ഇനി റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏത്? റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം അത് ജർമ്മനിയാണ് അല്ലെ. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് സംസ്ഥാനത്തായിരുന്നു റൂർക്കേല? റൂർക്കേല ഒഡീഷയിലാണ് അല്ലെ. ഒഡീഷയിലാണ്. ഏതായിരുന്നു വർഷം? റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല രൂപം കൊണ്ട വർഷം, സ്ഥാപിച്ച വർഷം ഏതായിരുന്നു? 1959 അല്ലെ. 1959. ഓക്കെ. ഇനി ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്ത്? ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്താ? അത് മംഗൾയാൻ അല്ലെ. ഏതായിരുന്നു വിക്ഷേപണ വർഷം? 2013 2013 2013 നവംബറിലായിരുന്നു ല്ലേ? നവംബറില്. ഓക്കെ. 2013 നവംബറിലായിരുന്നു. ഓക്കെ. അപ്പോ ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? 2024 G20 നടക്കുന്ന രാജ്യം അത് ബ്രസീലാണ് കേട്ടോ. 2024 G20 നടക്കുന്ന രാജ്യം ബ്രസീലാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെട്ട പേരെന്താണെന്ന്? ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്ന പേര്. റോവർ ഏതാ? റോവർ ആണോ വിക്രം? റോവർ പ്രഖ്യാനാണ്. ലാൻഡർ ആണ് വിക്രം അല്ലെ. റോവർ പ്രഖ്യാനും ലാൻഡർ വിക്രവുമാണ്. ഓക്കെ. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രിയാണ്. ശരിയാണോടാ ഇത്? ഹിമാലയൻ പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രിയാണോ? അതെ, ശരിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് ശരിയാണോ? ആണോ? അല്ല അല്ലെ. നേപ്പാളിലാണ് അല്ലെ. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം. നെറ്റ് സ്ലോ ആണ്. കുഴപ്പമില്ലടാ. ഓക്കെ. നേപ്പാളിലാണ് അല്ലെ. നേപ്പാളിലാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. കറക്റ്റ് ആണോ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികളാണോ? അതെ. അപ്പൊ ഈ പ്രസ്താവനകള് ഏതൊക്കെയാണ് ശരി എന്ന് പറ? 1ഉം 3ഉം ശരിയാണ് അല്ലെ. ഹിമാലയൻ പർവ്വതനിരകളിൽ ഏറ്റവും ഉയരം കൂടിയത് ഹിമാദ്രിയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. എന്നാൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഏത് രാജ്യത്താ? അത് നേപ്പാളിലാണ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ശരിയായത് പറയുക. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നു. ശരിയാണോ? 7 രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ടോ? ഉണ്ട് അല്ലെ. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നു എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആണ്. ഓക്കെ. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. കറക്റ്റ് ആണോ ഇത്? ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. ശരിയല്ലേ? ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായാണ്. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. അത് ശരിയാണോ? ശരിയാണ് അല്ലെ. അപ്പൊ 7 രാജ്യങ്ങള് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. പിന്നെയോ അത് കര അതിർത്തിയാണ് അല്ലെ. 2 രാജ്യങ്ങള് ജല അതിർത്തിയും ഉണ്ട് അല്ലെ. ഏതൊക്കെയാ? മാലിദ്വീപും ശ്രീലങ്കയും അല്ലെ. മാലിദ്വീപും ശ്രീലങ്കയും. അപ്പൊ മൊത്തത്തിൽ 9 എണ്ണം ഉണ്ട്. പക്ഷെ 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല, ശരിയാണ് അല്ലെ. കരമാർഗത്തിൽ നോക്കുകയാണെങ്കിൽ 7 രാജ്യങ്ങളാണ് അല്ലെ. ശരിയാണ്. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം കര അതിർത്തി പങ്കിടുന്നു. അതേപോലെ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഏറ്റവും കുറവ് ദൂരം കര അതിർത്തി പങ്കിടുന്നു. ഇവിടെ തന്നെ ഇന്ത്യയുമായിട്ട്
അതിർത്തി പങ്കിടുന്നതിൽ വലിയ രാജ്യം അങ്ങനെ ചോദിച്ചാലോ? ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നതിൽ വലിയ രാജ്യം ചോദിച്ചാല് അത് ചൈനയാണ്. ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നതിൽ ചെറിയ രാജ്യം ചോദിച്ചാലോ? ചെറിയ രാജ്യം ചോദിച്ചാലോ? അത് മാലിദ്വീപാണ്. ചെറിയ രാജ്യം മാലിദ്വീപാ. അവിടെ തന്നെ വേറൊരു ചോദ്യം വരാം അല്ലെ? കരബന്ധിതമായിട്ടുള്ള രാജ്യം ഏതാന്ന് അല്ലെ? അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് കരമാർഗം അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ അതേതാ? ഭൂട്ടാനാണ് അല്ലെ? ഭൂട്ടാനാണ്. അപ്പൊ കര അതിർത്തി ഏറ്റവും കുറവ് പങ്കിടുന്നത് ചോദിച്ചാല് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ രാജ്യം അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ ഭൂട്ടാനാണ്. എന്നാൽ മൊത്തത്തിൽ അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറുത് ഏതാന്ന് ചോദിച്ചാൽ അത് മാലിദ്വീപാണ്. അപ്പൊ അവിടെ നമ്മൾ എന്തൊക്കെ നോക്കി? ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നതിൽ വലിയ രാജ്യം ചൈന, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നതിൽ ചെറിയ രാജ്യം മാലിദ്വീപ്, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നതിൽ ചെറിയ രാജ്യം ഭൂട്ടാൻ അല്ലെ? ഇനി ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശ്, ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറവ് ദൂരം അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാൻ. അത്രയും ക്വസ്റ്റ്യനുകൾ അവിടെ ഉണ്ട്. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് പറയണം. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റുണ്ട്. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. ശരിയാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമാണ്ടൽ തീരം. ഇത് ശരിയാവോ? പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണോ കോറമാണ്ടൽ? അല്ല, അത് തെറ്റാണ് അല്ലെ? അത് കിഴക്കൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. ഇത് ശരിയാണോ? സുന്ദരവന പ്രദേശം മുതൽ ആ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. ശരിയാണ് അല്ലെ? അപ്പൊ പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. കോറമാണ്ടൽ തീരം എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? കിഴക്കൻ തീരസമതലാണ് അല്ലെ? കോറമാണ്ടൽ തീരം, വടക്കൻ സിർക്കാസ്, ഉത്കൽ അല്ലെ? ഉത്കൽ എന്നൊക്കെ പറയുന്നത്, ഉത്കൽ തീരം എന്നൊക്കെ പറയുന്നത് കിഴക്കൻ തീരസമതലാണ് അല്ലെ? എന്നാൽ കൊങ്കൺ തീരം, മലബാർ തീരം, ഗുജറാത്ത് തീരം ഇതൊക്കെ എവിടെയാ? അത് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ് അല്ലെ? മലബാർ തീരം, കൊങ്കൺ തീരം, ഗുജറാത്ത് തീരം എന്നിങ്ങനെ മൂന്നായിട്ട് വിഭജിച്ചത് ഏതാ? അത് പടിഞ്ഞാറൻ തീരസമതലാണ്. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ശരിയാണോ? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ശരിയാണ്. ഈ ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ്. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണോ? ആണ്. ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമനയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമനയാണ്. ആണോ? അല്ല അല്ലെ? ഇന്ത്യയുടെ ദേശീയ ഗീതം എന്ന് പറയുന്നത് വന്ദേ മാതരാണ്. ജനഗണമന എന്താ? ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് അല്ലെ? അപ്പൊ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം എന്ന് പറയുന്നത് വന്ദേ മാതരമാണ്. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് എഴുതുക. അയോധ്യ നഗരം സരയൂ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ശരിയാണോ? അയോധ്യ നഗരം സരയൂ തീരത്താണോ? ശരിയാണ്. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതിയുടെ തീരത്താണ്. അഹമ്മദാബാദും ഗാന്ധിനഗറും അല്ലെ? ശരിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഗാന്ധിനഗർ, അഹമ്മദാബാദ് ഒക്കെ സബർമതിയുടെ തീരത്താണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദിക്കരയിലാണ്. ആണോ? കൊൽക്കത്ത, ഹൗറ ശരിയാണ് അല്ലെ? അപ്പൊ ഇവിടെ പറഞ്ഞത് എല്ലാം ശരിയാണ്. അയോധ്യ നഗരം സരയൂ നദീതീരത്താണ്. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നിവ സബർമതിയുടെ തീരത്താണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ എവിടെയാ? ഹൂഗ്ലിയുടെ തീരത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങൾ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം ശരിയാണോ? ഇത് കറക്റ്റ് ആണ് അല്ലെ? കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 ആണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം. ആണോ? കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണോ അഗസ്ത്യകൂടം? അല്ല. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം ആനമുടിയല്ലേ? അല്ലേ? ആനമുടിയാണ്. അപ്പൊ അത് തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാടാണ്. അപ്പൊ ശരിയായത് എന്തൊക്കെയാ? കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം എന്ന് പറയുന്നത് അഗസ്ത്യകൂടം അല്ല, അത് ആനമുടിയാണ്. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ഏത്?
കുട്ടനാട് അല്ലെ, സമുദ്രനിരപ്പിലും താഴ്ന്നു കിടക്കുന്ന സ്ഥലമാണ്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. ശരിയാണോ? ശരിയാണ് അല്ലെ. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. പെരിങ്ങൽകൂത്ത് പെരിയാർ നദിയിലാണോ? അല്ല അല്ലെ. പെരിങ്ങൽകൂത്ത് പെരിയാർ നദിയിൽ അല്ല. അത് തെറ്റാണ് അല്ലെ. പെരിങ്ങൽകൂത്ത് ചാലക്കുടി പുഴയിലാണ്. ചാലക്കുടി പുഴയിലാണ്. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. ഇത് ശരിയാണോ? ശരിയാണ് അല്ലെ. അപ്പൊ കിഴക്കോട്ടൊഴുകുന്ന നദികൾ എന്ന് പറയുന്നത് കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയിലാണുള്ളത്. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ് അല്ലെ. 209 കിലോമീറ്റർ ആണ് അല്ലെ. 1ാം സ്ഥാനം ഏത് നദിക്കാ? അത് പെരിയാർ നദിയാണ് അല്ലെ. പെരിയാറാണ് 244 കിലോമീറ്റർ ആണ് നീളം എന്ന് പറയുന്നത്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലാണ്. ഇത് ശരിയാണോ? കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലാണോ? അതെ, ശരിയാണ് അല്ലെ. കൊല്ലം. ഓക്കെ. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായലാണെന്ന്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായലാണോ? അല്ല, തെറ്റിപ്പോയി അല്ലെ. അത് വേമ്പനാട്ട് കായലാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് ശരിയാണോ? ശരിയാണ് അല്ലെ. ശരിയാണ്. അപ്പൊ ഈ പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണുള്ളത്. അപ്പൊ ഇവിടെ തെറ്റായത് ഏറ്റവും വലിയ കായൽ അഷ്ടമുടിയാണെന്ന് പറഞ്ഞതായിരുന്നു. ഏറ്റവും വലിയ കായൽ ഏതാ? അത് വേമ്പനാട്ട് കായലാണ് അല്ലെ. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായല്. അത് എവിടെയാ? കൊല്ലം ജില്ലയിലാണ്. ഏറ്റവും വലിയ കായൽ ചോദിച്ചാൽ ഏതാ? അത് വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായല് 2, 3 ജില്ലകളിലായിട്ട് അങ്ങനെ പരന്ന് കിടക്കുകയാണ് അല്ലെ. ഏതൊക്കെയാ? ആലപ്പുഴയുണ്ട്, എറണാകുളം ഉണ്ട്, കോട്ടയം അല്ലെ. ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലായിട്ട് പരന്ന് കിടക്കുകയാണ് ഇത് വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത്. എന്നാൽ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് തടാകം എവിടെയാണ്? അത് വയനാടാണ്. ഈ പൂക്കോട് തടാകം ഒരു ശുദ്ധജല തടാകം കൂടിയാണ് അല്ലെ. ഒരു ശുദ്ധജല തടാകം കൂടിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി. ഇത് ശരിയാവോ? കൊല്ലം തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്നതാണോ താമരശ്ശേരി? അല്ല, അത് തെറ്റാണ് അല്ലെ. കോഴിക്കോട്, വയനാട്. കോഴിക്കോട്, വയനാട്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. അത് ശരിയാണോ? വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. അത് ശരിയാണ് അല്ലെ. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. അപ്പൊ കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിലാണ് എന്ത് ഈ താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. ഇത് ശരിയാണോ? കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണോ? ശരിയാണ് അല്ലെ. അപ്പോ താമരശ്ശേരി ചുരം കോഴിക്കോട്, വയനാടാണ്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് ജില്ല കോഴിക്കോടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. കേരളത്തിൽ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. നീണ്ടകര തിരുവനന്തപുരത്താണെന്ന് പറയുന്നു. ശരിയാണോ? നീണ്ടകര അല്ല. അതെവിടെയാ? കൊല്ലത്താണ് അല്ലെ. കൊല്ലത്താണ്. അഴീക്കൽ കണ്ണൂര്. അഴീക്കൽ കണ്ണൂരാണോ? കണ്ണൂരാണോ അഴീക്കല്? അതെ. അഴീക്കൽ കണ്ണൂരാണ് അല്ലെ. ഇനി പൊന്നാനി മലപ്പുറം. ഇത് ശരിയാണോ? പൊന്നാനി മലപ്പുറം. ശരിയാണ്. പൊന്നാനി മത്സ്യബന്ധന തുറമുഖം മലപ്പുറത്താണ്. കായംകുളം എറണാകുളം. അത് ശരിയാവോ? കായംകുളം എറണാകുളം. ശരിയാവില്ല അല്ലെ. കായംകുളം എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. അപ്പൊ നീണ്ടകര എവിടെയാ? നീണ്ടകര ശരിക്ക് കൊല്ലം ജില്ലയിലാണ്. അഴീക്കൽ കണ്ണൂര്, പൊന്നാനി മലപ്പുറം, കായംകുളം ആലപ്പുഴ അല്ലെ. കായംകുളം ആലപ്പുഴ ജില്ലയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ്. ശരിയാണോ? കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ പ്രധാന സ്രോതസ് എന്ന് പറയുന്നത് ജലമാണ്. ശരിയാണ് അല്ലെ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. ആണോ?
കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ് അല്ലെ? അതിന്റെ വർഷം എന്ന് പറഞ്ഞാൽ ശരിയാണ്, 1940 മുതിരമ്പുഴയിലാണ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ് അല്ലെ? അപ്പൊ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് പള്ളിവാസലാണ്. വർഷം 1940 മുതിരമ്പുഴയിലാണ് അല്ലെ? രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി എവിടെയായിരുന്നു? രണ്ടാമത്തത് അത് ചെങ്കുളം അല്ലെ? അത് 1954 അതും എവിടെ തന്നെയാണ്? ഈ മുതിരമ്പുഴയിൽ തന്നെയാണ് അല്ലെ? മുതിരമ്പുഴയിൽ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. അത് ശരിയാണോ? മൂന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. അതെ അല്ലെ? ശരിയാണ്. ഓക്കെ. അപ്പോൾ കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളാണ് തന്നിരിക്കുന്നതെല്ലാം. കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ്സ് ജലമാണ്. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ് അല്ലെ? ഇടുക്കിയാണ്. ഓക്കെ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായിട്ട് ജോഡികൾ കണ്ടെത്തുക. ശരിയായ ജോഡികൾ കണ്ടെത്തുക കേട്ടോ. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം എന്ന് കൊടുത്തിരിക്കുന്നു. ശരിയാണോ? കരിമ്പുഴ വന്യജീവി സങ്കേതം ശരിയാണ് അല്ലെ? കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറമാണ്. ചിമ്മിനി പാലക്കാട് ശരിയാണോ? ചിമ്മിനി ഈ ഒരു എന്തായിരുന്നു അത്? വന്യജീവി സങ്കേതം അല്ലെ? ഇതെവിടെയാ? അത് പാലക്കാടല്ല, അത് തൃശ്ശൂർ ജില്ലയിലാണ് അല്ലെ? തൃശ്ശൂർ ജില്ലയിലാണ്. ചെന്തുരുണി കൊല്ലം. ഇത് ശരിയാണോ? ചെന്തുരുണി കൊല്ലം. ആ, അത് ശരിയാണ്. ചൂലന്നൂര് തൃശ്ശൂര്. ചൂലന്നൂര് തൃശ്ശൂര്. അത് ശരിയാവോ? അത് ഇവിടെ പാലക്കാടാണ് കേട്ടോ. ചൂലന്നൂർ മയിൽ വളർത്തൽ അല്ലെ? മയിൽ സംരക്ഷണ കേന്ദ്രം എന്ന് പറയുന്നത് എവിടെയാ? അത് പാലക്കാടാണ് കേട്ടോ. പാലക്കാടാണ്. ആ ആം, കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം എന്ന പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ് നമ്മൾ നോക്കിയത്. കരിമ്പുഴ മലപ്പുറം, ചിമ്മിനി തൃശ്ശൂരാണ്, ചെന്തുരുണി കൊല്ലത്താണ്, ചൂലന്നൂർ എവിടെയാണ്? ചൂലന്നൂര് പാലക്കാടാണ് അല്ലെ? ചൂലന്നൂര് പാലക്കാടാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നു. കറക്റ്റ് ആണ്. ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നു. ശരിയാണ് അല്ലെ? ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ് സൈലന്റ് വാലി എന്നൊരു പേര് വന്നത്. 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. മലപ്പുറം ജില്ലയിലാണോ? തെറ്റിപ്പോയി അല്ലേ? എവിടെയാ? പാലക്കാടാണ് അല്ലേ? 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിലല്ല, പാലക്കാട് ജില്ലയിലാണുള്ളത്. ഓക്കെ. അപ്പൊ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നു. ചീവീടുകൾ അപൂർവമായതുകൊണ്ട് നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്നു. 1984 ഇത് നിലവിൽ വന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയേത്? കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജയാണ്. ശരിയാണോ? ശരിയാണ് അല്ലെ? അപ്പൊ നമ്മൾ ഇത് മുന്നേ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വായിച്ചു. എന്തായിരുന്നു? കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജി.വി. രാജ അല്ലെങ്കിൽ ഗോദവർമ്മ രാജയാണ്. ഒക്ടോബർ 13 കേരളത്തിന്റെ കേരള കായിക ദിനമായിട്ട് ആചരിക്കുന്നു അല്ലെ? അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. ജി.വി. രാജയുടെ ജന്മദിനമാണ്. ഇനി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് പി.ടി. ഉഷ. അത് ശരിയാണോ? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് പി.ടി. ഉഷ. കറക്റ്റ് ആണ്. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യ ഏഷ്യക്കാരിയാണ് ഏഷ്യക്കാരനാണ് ജിമ്മി ജോർജ്. ഇത് ശരിയാണോ? ഇന്ത്യക്ക് വേണ്ടിയിട്ട് യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ്. ശരിയാണ് കേട്ടോ. അപ്പൊ ഇവിടെ തന്ന 3 പ്രസ്താവനകളും ശരിയാണ്. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് പി.ടി. ഉഷ. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാണ്? അത് ജിമ്മി ജോർജ് ആണ് അല്ലെ? ജിമ്മി ജോർജ് ആണ്. ഇപ്പൊ നമ്മൾ ഇന്നലെയൊക്കെ നോക്കിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു, ഈ കേരള സ്റ്റേറ്റ് അല്ലെ സ്പോർട്സ് കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാന്നൊരു ചോദ്യം കണ്ടു അല്ലെ? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണ്? അത് ഈ ജി.വി. രാജയായിരുന്നു അല്ലെ? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജി.വി. രാജയായിരുന്നു. ഓക്കെ.
കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരള നിയമസഭ 92-ൽ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കി. ആണോ? 92-ലാണോ? അല്ല, 94-ലായിരുന്നു അല്ലെ? കേരളത്തിലെ 1994-ലാണ് കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയത്. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തും നിലവിലുണ്ട്. ശരിയാണോ? കേരളത്തില് 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. 152 ബ്ലോക്ക് പഞ്ചായത്തും ഉണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ മന്ത്രി എം.ബി. രാജേഷ് ആണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ആണ്. ശരിയാണ് അല്ലെ? അപ്പൊ കേരള നിയമസഭ 1992-ലല്ല, 1994-ൽ കേരള പഞ്ചായത്ത് രാജ് നിയമം നടപ്പിലാക്കി. കേരളത്തില് 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുമാണ് ഉള്ളത്. പിന്നെയോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ആരാ? എം.ബി. രാജേഷ് ആണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക. കേരള സ്പീക്കർ എ.എൻ. ഷംസീർ ആണ്. ശരിയാണോ? കേരളത്തിന്റെ ഇപ്പോഴത്തെ സ്പീക്കർ എന്ന് പറയുന്നത് എ.എൻ. ഷംസീർ. ശരിയാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി.വൈ. ചന്ദ്രചൂഡ് ആണെന്ന്. അത് ശരിയാവോ? പറഞ്ഞേ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി.വൈ. ചന്ദ്രചൂഡ് ആണോ? അല്ല, നിതിൻ മധുകർ ജംദാർ ആണ് അല്ലെ? കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്ന സമയത്ത് കേരള ഗവർണർ ആരായിരുന്നു? ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 2 ഒഴിച്ചിട്ടുള്ളതൊക്കെ ശരിയാണ്. അതായത് കേരള സ്പീക്കർ എന്ന് പറയുന്നത് എ.എൻ. ഷംസീർ ആണ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. ഇപ്പോൾ മാറിയിട്ടുണ്ട് അല്ലെ? രാജേന്ദ്ര അർലേക്കർ ആണ്. ഓക്കെ. ഇനി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി.വൈ. ചന്ദ്രചൂഡ് അല്ല. ആരാണ്? ആരായിരുന്നു കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്? നിതിൻ മധുകർ ജംദാർ ആണ് അല്ലെ? ഓക്കെ. അപ്പൊ നമ്മള് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 40 ക്വസ്റ്റ്യൻ ഇന്ന് നോക്കിയിട്ടുണ്ട്. എനിക്ക് തൊണ്ടയ്ക്ക് അത്ര സുഖമില്ലാത്തത് കൊണ്ട് നമ്മൾ ഇന്ന് 40 ക്വസ്റ്റ്യനാണ് പഠിക്കുന്നുള്ളൂ. ഓക്കെ, ബാക്കി നമുക്ക് നാളെ പഠിക്കാം. ഓക്കെ, താങ്ക് യു.